അവരുടെ കല്യാണം കഴിഞ്ഞിട്ട് 18 വർഷം കഴിഞ്ഞു. ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്തു. പക്ഷെ ഒരു 10 വർഷം മുമ്പ് വരെ ഞങ്ങൾ ട്രീറ്റ്മെന്റ് ചെയ്തത്. അതിനുശേഷം ഞങ്ങളുടെ പ്രതീക്ഷ എല്ലാം കൈവിട്ടു. അപ്പൊ അനുജമ്മയുടെ എന്റെ അടുത്ത് പറഞ്ഞു, അനിറ്റ ഇത് സ്കാനിങ് റിപ്പോർട്ടാണ്, ചേച്ചി പ്രഗ്നന്റ് ആണെന്ന് പറഞ്ഞു. അങ്ങനെ ആ ഒരു സമയത്താണ്, ഞങ്ങൾ പോലും പ്രതീക്ഷിക്കാത്തൊരു സമയത്താണ് ഞങ്ങൾക്ക് ഈ സന്തോഷ വാർത്ത എത്തിയത്. അതൊരു മൊമെന്റ് ആയിരുന്നു, അൺഫർഗറ്റബിൾ മൊമെന്റ്. കേട്ടപ്പോ എനിക്ക് സന്തോഷമാണോ എന്താണെന്ന് എന്റെ മനസ്സിൽ കരച്ചിലാണോ വന്നത് സന്തോഷമാണോ വന്നതെന്ന് എനിക്ക് അറിയുന്നില്ല. നമസ്കാരം കൂട്ടുകാരെ, തൊടുപുഴ BMH നിന്നും എല്ലാവർക്കും ഒരു ഹായ്. നമുക്കറിയാം, നമ്മുടെ എല്ലാ മനുഷ്യരുടെ ഇടയ്ക്ക് കാത്തിരിപ്പുകൾ ഉണ്ടാവാറുണ്ട്. ചില കാത്തിരിപ്പുകൾ ഓരോ ദിവസം കഴിയുന്നവരും നമ്മുടെ പ്രതീക്ഷകളെ കൂട്ടും, ചില കാത്തിരിപ്പുകൾ നീണ്ടുപോകും. ചില സമയത്ത് പക്ഷേ നമ്മുടെ എല്ലാവരുടെയും ചിന്താഗതികളെ മാറ്റിക്കൊണ്ട്, പ്രകൃതിയെ പോലും ഞെട്ടിച്ചുകൊണ്ട് ചില തീരുമാനങ്ങൾ നമ്മളുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടാവാറുണ്ട്. ഇന്ന് BMH അങ്ങനെ ഒരു വിശേഷമാണ് നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നത്. ടിബിന്റെ സിസ്റ്റർ എവിടെ കിടക്കുന്നു? 119. അപ്പൊ നിങ്ങൾ ഓർക്കുന്നുണ്ടാവും, ഇവരെന്താ വീണ്ടും നമ്മുടെ ഫ്രെയിമിൽ വന്നേക്കുന്നത്. ഇവർക്കൊരു ചെറിയ റോളുണ്ട്. ഇവര് നമ്മുടെ സ്റ്റാഫാണ്, നിങ്ങൾക്ക് പലർക്കും അറിയാം. അപ്പൊ ഇദ്ദേഹം പ്രഗ്നന്റ് ആയി അതിന്റെ ഒരു മാസത്തെ ചെക്കപ്പിന് വന്ന സമയത്ത് കൂട്ടത്തില് ഇദ്ദേഹത്തിന്റെ ചേച്ചിയും കൂടെ, മൂത്ത ചേച്ചിയും കൂടെ കൂട്ടുവന്നു. ചെറിയ ചില അസുഖങ്ങളൊക്കെ ആയിട്ട് ഒന്ന് കാണിക്കാനൊക്കെ ഒരു ജനറൽ ചെക്കപ്പിന് വന്നതാണ്. ഇനി അവര് തന്നെ പറയട്ടെ. അപ്പൊ ചേച്ചി പറഞ്ഞ പോലെ എന്റെ പ്രഗ്നൻസിയുടെ ചെക്കപ്പിന് വന്ന സമയത്ത് കാഷ്വൽ ആയിട്ടുള്ള ഒരു ഗൈനക് ചെക്കപ്പിന് വേണ്ടിയിട്ടാണ് ചേച്ചി വന്നത്. കാരണം ചേച്ചിക്ക് കുറച്ച് ദിവസങ്ങളായിട്ട് ചെറിയൊരു വയറുവേദനയും അങ്ങനെ ഒരു ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. സോ ജനറലി നമ്മൾ പറഞ്ഞു, ഓക്കെ ഞങ്ങൾ ഇവിടെ ഉണ്ടല്ലോ, നമുക്കൊരു ജസ്റ്റ് ഒരു സ്കാനിങ് ചെയ്യാം. അങ്ങനെ ചേച്ചി വരുന്നു. സ്കാനിങ്ങിന് ആദ്യമേ ഡോക്ടർ OPയിൽ പോയി കാണുന്നു. ഡോക്ടർ ഒരു ലാബ് ടെസ്റ്റ് പ്രിസ്ക്രൈബ് ചെയ്തു, പിന്നെ ഒരു സ്കാനിങ് പ്രിസ്ക്രൈബ് ചെയ്തു. സോ ചേച്ചി സ്കാനിങ്ങിന് കയറുന്നു. സ്കാനിങ് ചെയ്തതിന് ശേഷം ചേച്ചി പുറത്ത് വന്നിട്ട് സ്കാനിങ് റിപ്പോർട്ട് കിട്ടിയത് എനിക്കില്ല. സോ ആ റിപ്പോർട്ട് കിട്ടുമ്പം ചേച്ചി പറഞ്ഞുകൊണ്ട് വരുന്നത്, എനിക്ക് എന്റെ വയറ്റിൽ എന്തെങ്കിലും ഒരു ഫൈബ്രോയിഡ് കാണും, അപ്പൊ അതായിരിക്കും, അപ്പൊ നീ ആദ്യം തന്നെ എന്നോട് പറഞ്ഞാൽ മതി, ചേട്ടന്റെ അടുത്ത് പറയരുത്, എന്നോട് പറയണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇരിക്കുന്നത്. സോ റിപ്പോർട്ട് കിട്ടുമ്പോഴും ഞാൻ നോക്കുന്നത് ആ ഒരു പർട്ടിക്കുലർ ഫൈബ്രോയിഡിന്റെ ആണ്. അങ്ങനെ നോക്കി വരുമ്പോൾ അതിനകത്തൊരു 3 mm ഒരു ഫൈബ്രോയിഡ് ഉണ്ട് താനും. സോ ലാസ്റ്റ് അതിന്റെ ഇംപ്രഷനിലോട്ട് വന്നപ്പോൾ അതിൽ എഴുതിയിരിക്കുവാണ് എ സിംഗിൾ ലൈവ് ഇൻട്രായൂട്രൈൻ ഫീറ്റസ് എഴുതിയിട്ടുണ്ട്. മലയാളത്തിൽ പറയാമോ? മനസ്സിലാവും. സാധാ കർഷകരെ പോലെ ആസ്വദിക്കുന്നവർ. സോ അതിലെ ഇംപ്രഷൻ ഞാൻ വായിച്ചപ്പോൾ അതിൽ എഴുതിയിരുന്നത് 6 weeks ചേച്ചി പ്രഗ്നന്റ് ആണെന്നായിരുന്നു. പക്ഷെ അത് എന്റെ വാഗുകൊണ്ട് എനിക്ക് ചേച്ചിയോടോ ചേട്ടനോടോ പറയാൻ പറ്റുമായിരുന്നില്ല. ബിക്കോസ് അവരുടെ കല്യാണം കഴിഞ്ഞിട്ട് 18 വർഷം കഴിഞ്ഞു. സോ ആ ഒരു മൊമെന്റ് എന്ന് പറയുന്നത് ഭയങ്കര ഒരു പ്രഷ്യസ് മൊമെന്റ് ആയിരുന്നു. സോ അതെനിക്ക് പറയാൻ ഉള്ളൊരു പറയാൻ പറ്റുമായിരുന്നില്ല. അപ്പൊ ഞാൻ ചേച്ചിയുടെ അടുത്ത് ചോദിച്ചു, ഓക്കെ മാഡം എന്ത് ലാബ് ടെസ്റ്റാ പറയാൻ പറഞ്ഞെന്ന് ചോദിച്ചു. അപ്പം ചേച്ചി തന്നെ അത് അറിയില്ല പറഞ്ഞു. അപ്പൊ ഞാൻ എന്റെ സിസ്റ്റത്തിൽ തന്നെ കയറി ഞാൻ ആ ലാബ് ടെസ്റ്റ് എടുത്ത് നോക്കി. പക്ഷെ അതിന്റെ റിപ്പോർട്ട് ആയിട്ടില്ല. പക്ഷെ ആ ടെസ്റ്റ് ആക്ച്വലി അത് പ്രഗ്നൻസി പോസിറ്റീവ് ആണോ എന്ന് നിർണ്ണയിക്കുന്ന ഒരു ടെസ്റ്റ് ആയിരുന്നു. അപ്പൊ സോ ഈ സ്കാൻ റിപ്പോർട്ട് കിട്ടി. അപ്പൊ ഞാൻ ചേച്ചിയുടെ അടുത്ത് പറഞ്ഞു, ഓക്കെ നമുക്ക് പെട്ടെന്ന് ഡോക്ടറെ അടുത്ത് പോവാം. അങ്ങനെ ഞാൻ ഓടി ഡോക്ടറെ അടുത്ത് പോയി. ഡോക്ടർ അനുജയുടെ ക്യാബിനിലോട്ട് ഞാൻ ഓടി. പുറകെ ചേച്ചിയും ചേട്ടനും അതിനേക്കാൾ ടെൻഷനോടെ വന്നു. കാരണം ഞാനിട്ട് എന്താന്ന് പറയുന്നുമില്ല, വലിയ എക്സ്പ്രഷൻസ് ആണ് എന്റെ മുഖത്തും. സോ ഞങ്ങൾ അങ്ങനെ ഡോക്ടറിന്റെ OPയിലെത്തി. അങ്ങനെ OPയിലെത്തി ഞാൻ അനുജാമേഡത്തിന്റെ എല്ലാ റിപ്പോർട്ട് കൊടുത്തിട്ട് ഞാൻ ചോദിച്ചു, മാഡം ഇത് അത് തന്നെയാണോ എന്ന് ചോദിച്ചു. സോ അപ്പൊ അനുജമ്മയുടെ എന്റെ അടുത്ത് പറഞ്ഞു, അനിറ്റ ഇത് സ്കാനിങ് റിപ്പോർട്ടാണ്, ചേച്ചി പ്രഗ്നന്റ് ആണെന്ന് പറഞ്ഞു. അതൊരു മൊമെന്റ് ആയിരുന്നു, അൺഫർഗറ്റബിൾ മൊമെന്റ്. ഞാൻ ഇവളെ പ്രഗ്നന്റ് ആണെന്ന് അറിഞ്ഞപ്പം ഉണ്ടായ അതേ സന്തോഷം തന്നെ ആ ഒരു മൊമെന്റിൽ എനിക്ക് ഉണ്ടായി. അപ്പോ ആ 2 താരങ്ങളാണ് നമ്മുടെ പ്രിയപ്പെട്ട റോജി ചേട്ടനും മെറിൻ ചേച്ചിയും. 18 വർഷങ്ങൾ അല്ലെ, ഒരുപാട് ആഗ്രഹിച്ചിരുന്നു അല്ലെ? ആഗ്രഹിച്ചു. ഞങ്ങൾ അതിനുവേണ്ടി ഒത്തിരി ശ്രമിച്ചു, ഒത്തിരി ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്തു. പക്ഷെ ഒരു 10 വർഷം മുമ്പ് വരെ ഞങ്ങൾ ട്രീറ്റ്മെന്റ് ചെയ്തത്. അതിനുശേഷം ഞങ്ങളുടെ പ്രതീക്ഷ എല്ലാം കൈവിട്ടു. ഞങ്ങൾ ഞങ്ങളുടേതായ ജീവിതത്തിലേക്ക് ഒതുങ്ങി അങ്ങ് കഴിയുമായിരുന്നു. അങ്ങനെ ആ ഒരു സമയത്താണ്, ഞങ്ങൾ പോലും പ്രതീക്ഷിക്കാത്തൊരു സമയത്താണ് ഞങ്ങൾക്ക് ഈ സന്തോഷ വാർത്ത എത്തിയത്.
എന്നാ അന്നേരത്തെ ഒരു കളിമൊഴി ചൊല്ലുകയായി കിളികൾ കൊഞ്ചലുകൾ ചിരി ചൊരി ഇതിനും വലിയൊരു സന്തോഷം ഇനി ഞങ്ങൾക്ക് ജീവിതത്തിൽ കിട്ടാനില്ല. അതെ അതെ. അമ്മ ഉണ്ടായിരുന്നു അന്ന് ഹോസ്പിറ്റലിൽ? ഞാനില്ലായിരുന്നു. ഇല്ലായിരുന്നു. എങ്ങനെ ആര് വിളിച്ചു പറഞ്ഞു? ടീം വിളിച്ചു പറഞ്ഞു മകൻ. കേട്ടപ്പോ എനിക്ക് സന്തോഷമാണോ എന്താണെന്ന് എന്റെ മനസ്സിൽ കരച്ചിലാണോ വന്നത് സന്തോഷമാണോ വന്നതെന്ന് എനിക്ക് അറിയുന്നില്ല. ബേബി ബോയ് പേരിട്ടു ലിയാം റോജി. ലിയാം റോജി. ഇത് ഹെൽഗ. അപ്പൊ ഇതൊക്കെയാണ് ഞാൻ ആദ്യമേ പറഞ്ഞ കാത്തിരിപ്പ്. നമ്മള് മനുഷ്യരുടെ ജീവിതമാണ്. എപ്പോഴും കാത്തിരിപ്പുകൾ ഇല്ലെങ്കിൽ നമുക്കൊരു ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. എന്തെങ്കിലുമൊക്കെ പ്രതീക്ഷകളും കാത്തിരിപ്പും ഒക്കെയാണ് നമ്മളെ മുന്നോട്ട് നയിക്കുന്നത്. അപ്പൊ സന്തോഷം വരുന്ന ഇത്തരം മൊമെന്റ്സ് ഞങ്ങളും ആഘോഷിക്കും, ഞങ്ങളും സന്തോഷിക്കും. അതിൽ ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, താങ്ക് യു.